നമസ്കാരം. മെർക്കൽ ഹാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം പഞ്ഞി പോലെ സോഫ്റ്റായ പാലപ്പം, അതും വെറും 1 മണിക്കൂർ കൊണ്ട്. ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് അരി കുതിർക്കുകയോ കപ്പി കാച്ചുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് പച്ചരിയാണ്, 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്. ഇത്രയുമാണ് ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവലെ ഒരു പാത്രത്തിലോട്ടിട്ട് ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് കഴുകിയെടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്കിത് കുതിരാൻ വേണ്ടി സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അവലൊരു കുറച്ച് കട്ടിയുള്ള ആയതുകൊണ്ട് നമുക്കിത് കുതിർത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് അവൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. കഴുകിയെടുത്ത അവലിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പച്ചരി കഴുകി അരച്ചെടുക്കാം. പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കഴുകിയെടുത്ത അരി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ അരി നമ്മൾ കഴുകിയതിന് ശേഷം ഉടനെ തന്നെ അരച്ചെടുക്കുകയാണ്, കുതിരാൻ വേണ്ടി വയ്ക്കുന്നില്ല. ഇങ്ങനെ അരച്ചെടുക്കുന്ന മാവ് കൊണ്ട് അപ്പം തയ്യാറാക്കുമ്പോൾ നമ്മൾ എത്ര സമയം ഈ അപ്പം വെച്ചാലും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ സാധാരണ അരി കുതിർത്തതിന് ശേഷം തയ്യാറാക്കിയെടുക്കുന്ന അപ്പത്തേക്കാളും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്കിതുപോലെ അരി കുതിർക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ അരി അരച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ അരി കുതിർക്കാതെ കണ്ട് അരച്ചെടുക്കുമ്പം അരി അരിഞ്ഞ് കിട്ടുമെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇതുപോലെ അരി അരച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും. അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത അരി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങയും അവലും പഞ്ചസാരയും ഈസ്റ്റും അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം. പഞ്ചസാര ചേർത്ത് ഇതുപോലെ മാവ് അരച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റ് കിട്ടും അപ്പത്തിന്. അതുപോലെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പത്തിന്. അവലെപ്പോഴും ഇതുപോലെ നമ്മൾ കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നോക്കാം അവൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുമില്ല. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ എടുത്തിരിക്കുന്ന അവലിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ലെവലിൽ കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. എത്ര തണുപ്പുള്ള സമയത്താണെങ്കിലും ചൂടുള്ള സമയത്താണെങ്കിലും നമ്മൾ ഇതുപോലെ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം അരച്ചെടുത്ത മാവിലോട്ട് നമ്മൾ രണ്ടാമത് അരച്ചെടുത്ത അവലും തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മാവ് അരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം തയ്യാറാക്കാനുള്ള മാവ് ഇതുപോലെ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി അടച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ ഈ മാവ് വെക്കുന്നത് 9 മണിക്കാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവ് എത്രമാത്രം പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ 10 മണിയായി. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എത്രമാത്രം പുളിച്ചു പൊങ്ങി വന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പം തയ്യാറാക്കാനുള്ള ആ പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാൻ ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ്. ഇതാകുമ്പോൾ നമുക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പെട്ടെന്ന് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. ഇനി നമുക്ക് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ചൂടായ പാനിലോട്ട് നമുക്ക് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. സൈഡ് ഭാഗം എപ്പോഴും കനം കുറച്ച് വേണം എടുക്കാനായിട്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുന്നത്. സെൻട്രൽ ഭാഗം നല്ല കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ അപ്പം തയ്യാറാക്കി എടുക്കാം.
നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവ് അപ്പം തയ്യാറാക്കാൻ പാകത്തിനായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അപ്പച്ചട്ടിയിലോട്ട് മാവ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ചുറ്റിച്ച് കൊടുക്കുമ്പം ചെറിയ ചെറിയ കുമിളകൾ പോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തയ്യാറാക്കിയ മാവ് അപ്പം തയ്യാറാക്കാൻ പാകത്തിനായെങ്കിൽ മാത്രമേ ഇതുപോലെ ചെറിയ ചെറിയ കുമിളകൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ആയതുകൊണ്ട് നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ അടർത്തിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ അപ്പം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുത്ത അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇത് നമ്മൾ എത്ര സമയം വെച്ചാലും ഇതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ സാധാരണ അരി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം തയ്യാറാക്കി എടുക്കുന്ന അപ്പത്തേക്കാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പഞ്ഞി പോലെ സോഫ്റ്റായ അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.